നമസ്കാരം. 2016 ഒക്ടോബർ 4 രാവിലെ 4 മണി കഴിഞ്ഞ് 30 ആ സമയത്താണ് കാസർഗോഡ് ജില്ലയിലെ പേടകം എന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നത്. സർ, ഇവിടെ കുന്നക്കുഴി മേഖലയിൽ ഒരു മോഷണം നടന്നിരിക്കുകയാണ്. സർ, ഷട്ടറുകൾ തകർത്ത മോഷണം നടന്നിരിക്കുന്നത്. സുമംഗലി ജുവലറിയിലാണ് മോഷണം. സർ, എത്ര പെട്ടെന്ന് നിങ്ങൾ എത്തണം. ഫോൺ വിളിച്ച ആള് വളരെ ധൃതിയിൽ ഫോൺ എടുത്ത പോലീസുകാരനോട് ആ കാര്യം പറഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി. ആ സമയത്ത് അത്യാവശ്യം ആളുകളൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ എത്തിയ പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ബിൽഡിങ്ങിനകത്ത് ഒരു വൻ മോഷണം നടന്നതിന്റെ എല്ലാ സൂചനകളും കിട്ടി. ആ ജുവലറിയുടെ ഷട്ടർ ശരിക്കും തകർത്തിരിക്കുകയാണ്. തകർക്കപ്പെട്ട ഷട്ടറിനകം വഴി അകത്ത് കയറിയിരിക്കുന്ന കള്ളന്മാർ അകത്തുള്ള ഗ്ലാസ് ഡോർ ഒരു ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ആ ഗ്ലാസ് ഡോറിന് അടുത്തേക്ക് വന്ന പോലീസിന് അവിടെ നിന്ന് പെട്ടെന്ന് നിർണായകമായ ഒരു തെളിവ് കിട്ടി. ആ പൊട്ടി വീണിരിക്കുന്ന ഗ്ലാസ് ചില്ലുകളിൽ രക്തം പറ്റിയിരിപ്പുണ്ട്. പ്രതികളിൽ ആരുടെയോ കൈ ആ ഗ്ലാസ് ഡോർ പൊട്ടിക്കുന്നിടയിൽ മുറിഞ്ഞുവെന്ന് വ്യക്തമാണ്. വ്യക്തമായ ഒരു തെളിവ് പോലീസിന് ആദ്യത്തെ നിമിഷത്തിന് കിട്ടുകയാണ്. ആ കടയ്ക്കുള്ളിൽ ഗ്രൗണ്ടിൽ തന്നെ ഒരു ലോക്കറുണ്ട്. ആ ലോക്കർ പൊളിച്ചിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ആ മുറിയിൽ തന്നെയുള്ള സേഫ് ലോക്കർ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ പോലീസ് കണ്ട കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. വെള്ളി ഉരുപ്പടികളാണ് പുറത്തുണ്ടായിരുന്നതിൽ കൂടുതലും. നഷ്ടപ്പെട്ടിരിക്കുന്നത് 8 കിലോഗ്രാം വെള്ളിയും 350 ഗ്രാം സ്വർണവുമാണ്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഉടമകളിൽ നിന്ന് പോലീസിന് ആ വിവരം കൂടി കിട്ടി. ഈ സമയമായപ്പോൾ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ശരിക്കും ഫിംഗർ പ്രിന്റ് വിദഗ്ധർക്ക് ഇഷ്ടംപോലെ ഫിംഗർ പ്രിന്റ് ലഭിച്ച ഒരു ദിവസമാണ്. ആ ഗ്രില്ലിലും പൊട്ടിയ ഗ്ലാസ്സിലും അകത്തെ മുറികളിലും ഒക്കെ ഇഷ്ടംപോലെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഫിംഗർ പ്രിന്റൊക്കെ അവിടെ പതിയുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആരോ മോഷണം നടത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിലുള്ള കള്ളന്മാർ അവരുടെ ഫിംഗർ പ്രിന്റ് മോഷണം നടക്കുന്ന സ്ഥലത്ത് പതിയാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഒരു ശ്രമം നടത്തും. ആ ശ്രമം എന്തായാലും ആ കടയിൽ മോഷണം നടത്തിയ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഫിംഗർ പ്രിന്റ് അവിടെ വീഴുന്നതിൽ ഒരു തരത്തിലുമുള്ള ഭയവുമില്ലാത്ത ആരോ ആണ് മോഷണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഭയം തോന്നാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാകണം. കേരള പോലീസിന്റെ കയ്യിൽ മിക്കവാറും എല്ലാ ക്രിമിനൽസിന്റെയും ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. പോലീസ് റെക്കോർഡുകളിൽ പേരുകളുള്ള ആരുമായിരിക്കില്ല മോഷണം നടത്തിയത്. പോലീസ് റെക്കോർഡുകളിൽ പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്താൽ ആ നിമിഷം പ്രതിയിലേക്ക് പോലീസ് എത്താൻ പറ്റും. കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു സംഘമായിട്ട് വന്ന് അവിടെ മോഷണം നടത്തിയതാണ്. അക്കാര്യത്തിലും പോലീസിന് ഇപ്പോൾ ഏകദേശം വ്യക്തതയുണ്ട്. ആ സംഘം അവിടെ എങ്ങനെ എത്തി? എന്തായാലും അവിടെ എത്തിയ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കാൻ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരെത്തിയതും മിക്കവാറും വാഹനത്തിലാകും. ആ വാഹനം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് പോലീസ് കടന്നു. ആ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള CCTV, റോഡിലുള്ള CCTV, പരിസരത്തുള്ള CCTV ഒക്കെ പരിശോധിക്കാനായി ഒരു ടീമിനെ ചുമതലപ്പെടുത്തി. മറ്റൊരു ടീമിന്റെ ചുമതല തലേദിവസം രാത്രി ആ തെരുവിൽ സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരോട് വിവരം തിരക്കുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, രാത്രി വാഹനങ്ങളിൽ അവിടെ എത്തി വീടുകളിലേക്ക് പോകുന്ന ആളുകൾ, രാത്രി അവിടെ നിന്ന് പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, പാൽ വിതരണക്കാർ തുടങ്ങിയ അനവധി ആളുകൾ രാത്രി അവരുടെ ജോലിയുടെ ഭാഗമായി ആ റോഡിലൂടെ കടന്നു വരാറുണ്ട്. ലേശം റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ടൗണിന്റെ ഹൃദയഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൂടി കടന്നു പോകുന്ന ആളുകൾക്ക് അവിടെ വേറെ ഏതെങ്കിലും ആളുകളെയോ വാഹനങ്ങളെയോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് കണക്ട് ചെയ്യാൻ പോലീസ് നടപടികൾ എടുത്തു തുടങ്ങിയത്. മൂന്നാമതൊരു ടീമിനെ പോലീസ് നിയോഗിച്ചത് ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളിലും പരിശോധിക്കാനാണ്. അവിടെ ആ ഗ്ലാസ് തകർത്ത സമയത്ത് ഉറപ്പായിട്ടും അതിനകത്ത് ഒരാളുടെയോ ഒന്നിലധികം ആളുകളുടെയോ ദേഹം മുറിഞ്ഞിട്ടുണ്ട്.
അവർക്ക് അടിയന്തര ചികിത്സ ആവശ്യമുള്ള ശൈലിയിൽ മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സമീപത്തുള്ള ക്ലിനിക്കുകളിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ ആരെങ്കിലും വന്നു എന്നറിയാനായിട്ടുള്ള പരിശോധനയാണ് പോലീസിന്റെ ഒരു ടീം നടത്തിയത്. 3 ടീമും അതിവേഗം അവിടെ വർക്ക് ആരംഭിച്ചു. തലേദിവസം രാത്രി അതുവഴി കടന്നുപോയിട്ടുള്ള ആളുകൾ അസ്വാഭാവികമായ ശൈലിയിൽ ആരെയും കണ്ടതായി പോലീസിന് റിപ്പോർട്ടൊന്നും നൽകിയില്ല. ഓരോരുത്തരും അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരികയും പോവുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. ആരും അവരുടെ മനസ്സിൽ സംശയം തോന്നുന്ന കാഴ്ചകളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞതും ക്ലിനിക്കുകളുമായി അന്വേഷണം നടത്തിയ ആളുകൾ തിരിച്ചെത്തി. ഒരു ക്ലിനിക്കിലും പോലീസ് ഉദ്ദേശിക്കുന്ന ശൈലിയുള്ള മുറിവുമായി ആരും ചെന്നിട്ടില്ല. 3ാമത്തെ ടീമാണ് CCTV പരിശോധിച്ചത്. ആ ടീം അതുവഴി കടന്നുപോയ സകല വാഹനങ്ങളെയും പരിശോധിച്ചിരുന്നു. സകല വാഹനങ്ങളും പരിശോധിച്ച ആ ടീമിന്റെ ശ്രദ്ധ അവസാനം ചെന്ന് എത്തി നിന്നത് നീല നിറത്തിലുള്ള ഒരു ഓംനി വാനിലാണ്. ആ വാൻ സംശയാസ്പദമായ രീതിയിൽ ആ റോഡിലൂടെ പാഞ്ഞു പോകുന്നത് CCTVയിൽ വ്യക്തമാണ്. കടയുടെ മുന്നിൽ ആ വാൻ നിൽക്കുന്ന വിഷ്വൽ പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ വാൻ ആ ഭാഗത്തേക്ക് വരുന്ന വിഷ്വൽ പോലീസിന് കിട്ടി. ആ വാനിൽ സംശയം തോന്നിയതും ആ വാനിന്റെ രജിസ്ട്രേഷൻ നമ്പർ സൂം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അല്പം സാഹസപ്പെട്ടാണെങ്കിലും പോലീസ് ആ നമ്പർ കണ്ടെത്തി. ഓംനി വാന്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയതും അതിന്റെ ഉടമയെ കണ്ടുപിടിക്കാൻ പോലീസിന് പിന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പോലീസ് അതിവേഗം ആ ഉടമയെ തേടി അയാളുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അയാൾ പോലീസിനോട് ആ കാര്യം പറഞ്ഞത്. അയാൾ ആ വാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ഓംനി വാൻ വാടകയ്ക്ക് കൊടുത്ത ആ ഉടമ വാടകയ്ക്ക് കൊടുത്ത ആളുടെ നമ്പർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അയാളുടെ നമ്പർ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും. പോലീസ് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണ്. പക്ഷെ ആ വാടകയ്ക്ക് വാൻ എടുത്ത ആള് എവിടെയാണ് താമസിക്കുന്നതെന്ന് ഈ വാന്റെ ഉടമയ്ക്ക് അറിയാം. പോലീസ് അയാളെ കൊണ്ട് നേരെ ആ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തുമ്പോൾ ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. പോലീസ് ആ വീടിന്റെ ഉടമയെ വിളിച്ചു വരുത്തി. ആർക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തെന്നുള്ള കാര്യം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അയാളുടെ കയ്യിൽ ഒരു വാടക ചീട്ടുണ്ട്. യാദറാം എന്ന ഹിന്ദിക്കാരനാണ് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ വന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാറുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ആ ഉടമയെ കുറ്റപ്പെടുത്താൻ പോലീസിന് പറ്റത്തില്ല. ഇഷ്ടംപോലെ ഹിന്ദിക്കാർ കേരളത്തിൽ പണിക്ക് വേണ്ടി വരാറുണ്ട്. ഒരു പണിയുമായി ബന്ധിപ്പിച്ചാണ് വന്നെത്തിയതെന്ന് യാദറാം ആ ഉടമയോട് പറഞ്ഞതുകൊണ്ടാണ് ആ ഉടമ വീട് അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തത്. വീട്ടുടമയിൽ നിന്ന് വിവരമറിഞ്ഞ പോലീസ് ആ വീട്ടുടമയുടെയും മാരുതി ഓംനി വാനിന്റെ ഉടമയുടെയും സാന്നിധ്യത്തിൽ ആ വീട് സെർച്ച് ചെയ്തു. ആ വീട് അവരെങ്ങനെ അരിച്ചു പറക്കുമ്പോൾ പോലീസിന് ഒരു പേപ്പർ കിട്ടി. ആ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടി യാദറാം ഗ്യാസ് ഏജൻസിക്ക് നൽകിയ ഒരു ഡോക്യുമെന്റിന്റെ കോപ്പിയാണ് അവിടെ ഉള്ളത്. ആ കോപ്പിയിൽ ഒരു ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പർ നേരത്തെ മാരുതി ഓംനി വാനിന്റെ ഉടമയ്ക്ക് നൽകിയ ടെലിഫോൺ നമ്പർ അല്ല. അത് കണ്ടത് പോലീസിന് സംശയം. പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞ പോലീസ് ഉടൻ തന്നെ ആ ഫോണുമായി ബന്ധപ്പെട്ട കോൾ ഡേറ്റ റെക്കോർഡുകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങി. കോൾ ഡേറ്റ റെക്കോർഡ് കളക്ട് ചെയ്തപ്പോൾ പോലീസിന് നിർണായകമായ കുറേയേറെ വിവരങ്ങൾ കിട്ടി. ആ ടെലിഫോണിൽ നിന്ന് അനവധി കോളുകൾ പോയിട്ടുണ്ട്. ഉത്തർപ്രദേശിലുള്ള ചില ആളുകളെയാണ് ആ ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. ആ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു ഹിന്ദിക്കാരനാണെന്നുള്ള കാര്യം വീട്ടുടമ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ആ ഹിന്ദിക്കാരൻ ഉത്തർപ്രദേശുകാരനാണെന്ന് വ്യക്തം. അയാളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആയിരിക്കും അയാൾ ഫോണിലൂടെ വിളിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളായതും പോലീസ് ആ ഫോണിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. 2016 ഒക്ടോബർ 4 പുലർച്ചെയാണ് സുമംഗലി ജുവലറിയിൽ മോഷണം നടന്നിരിക്കുന്നത്. ആ മോഷണം നടന്ന സമയത്ത് ആ മൊബൈൽ നമ്പർ എവിടെയായിരുന്നു എന്നാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചപ്പോൾ അവരാഗ്രഹിച്ച ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. യാദറാം എന്ന ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ആ ടെലിഫോൺ നമ്പർ സുമംഗലി ജുവലറിക്ക് സമീപത്ത് ആ രാത്രിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. സുമംഗലി ജുവലറിയിൽ നടന്ന മോഷണവുമായി യാദറാമിന് ബന്ധമുണ്ട്. പോലീസിന് ഇപ്പോൾ ഒരു കാര്യം കൂടി അറിയാം. യാദറാം വിളിച്ചിരിക്കുന്ന ഫോൺ കോളുകളൊക്കെ പോയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബദായൂൺ എന്ന ജില്ലയിലേക്കാണ്. അവിടെയുള്ള 2 ഗ്രാമങ്ങളിലേക്കാണ് എല്ലാ കോളുകളും. ധൻപുര എന്നും കക്കാർല എന്നും പേരുള്ള 2 ഗ്രാമങ്ങളിലുള്ള
ആളുകൾക്കാണ് ഈ കക്ഷി കോളുകൾ വിളിച്ചിരിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ ക്രോഡീകരിച്ച CI സിബി തോമസ് ഈ വിവരങ്ങളൊക്കെ കാസർഗോഡ് SP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. പ്രതികൾ എന്ന് പോലീസ് കരുതുന്ന ആളുകളെല്ലാം UP-യിലാണെന്നുള്ള കാര്യമാണ് സിബി തോമസ് SP-യോട് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ SP ആ കള്ളന്മാരെ പിടികൂടാൻ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിബി തോമസും SI-മാരും ASI-മാരും അടങ്ങിയ ഒരു 5-അംഗ ടീം ഉടൻ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ആ ടീമിന് SP കൊടുത്ത നിർദ്ദേശം വളരെ വ്യക്തമാണ്. എത്രയും പെട്ടെന്ന് UP-യിലേക്ക് പോവുക, അവിടെ ചെന്ന് യാത്രമനെ പിടികൂടുക. SP-യുടെ വ്യക്തമായ നിർദ്ദേശം കിട്ടിയതും സിബി തോമസും ടീമും ഒക്ടോബർ 30-ന് കാസർഗോഡ് നിന്ന് UP-യിലേക്ക് യാത്ര തിരിച്ചു. UP-യിലെത്തിയ സിബി തോമസും സംഘവും കാസർഗോഡത്തെ SP-യുടെ ഒഫീഷ്യൽ റിക്വസ്റ്റ് ബദായുള്ള SP-ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ബദായുള്ള SP ആ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ആ ലെറ്റർ അയാൾ ധൻപുര പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തു. ബദായുള്ള SP വളരെ വേഗം ആ ലെറ്റർ ഫോർവേഡ് ചെയ്തപ്പോൾ സന്തോഷത്തോടുകൂടി സിബി തോമസും സംഘവും ധൻപുര പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് സിബി തോമസിനെയും സംഘത്തെയും ലേശം വിഷമിപ്പിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ ധൻപുരയിലെ സർക്കിൾ ഇൻസ്പെക്ടറും SI ഒക്കെ സിബി തോമസിനോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ എളുപ്പമല്ല ആ ഗ്രാമത്തിൽ പോയി നിങ്ങൾ ഈ പറയുന്ന ആളെ പിടിക്കുക എന്നുള്ളത്. അവിടേക്ക് പോലീസ് സാധാരണയിൽ പോകാറില്ല. അത് കേട്ടപ്പോൾ സിബി തോമസിനും സംഘത്തിനും ഭയങ്കര അതിശയമാണ് തോന്നിയത്. പോലീസിനെ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പോലീസ് പോകാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത പ്ലേസുകൾ ആ ഭാഗത്തുണ്ടെന്നാണ് ആ പോലീസ് പറയുന്നത്. കേരളത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. ധൻപുര പോലീസ് പറയുന്നതിന്റെ യാഥാർത്ഥ്യം ബീറ്റ് പോലീസുകാർ ആ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് സിബി തോമസിനും സംഘത്തിനും അത് മനസ്സിലായത്. സകല ബീറ്റ് പോലീസുകാരും അവരുടെ ഷോൾഡറിൽ AK-47 തൂക്കിയിട്ടിരിക്കുകയാണ്. അസൾട്ട് റൈഫിളുകളുമായി മാത്രം ബീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാരെ കുറിച്ച് സിബി തോമസിനോ സംഘത്തിനോ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കേരളത്തിൽ പോലീസുകാർ സാധാരണ ഒരു വടിയുമായിട്ടാണ് ബീറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അവിടെയുള്ള പോലീസുകാർ ഇറങ്ങുന്നത് AK-47-ുമായിട്ടാണ്. ആ ഏരിയയുടെ ഒരു പശ്ചാത്തലം ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. ബീറ്റ് പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ സിബി തോമസിനും സംഘത്തിനും ഒരു കാര്യം കൂടി മനസ്സിലായി. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അറസ്റ്റിന് ധൻപുര പോലീസ് ഒരു ശ്രമം നടത്തിയിരുന്നു. ധൻപുര പോലീസ് മറ്റൊരു സ്റ്റേഷനിലെ റിക്വസ്റ്റ് പ്രകാരം ആ ഗ്രാമത്തിൽ കടന്നു ചെന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത വ്യക്തിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് അവരുടെ വാഹനം തിരിച്ചപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗ്യാങ് ആ പോലീസ് വാനിനെ അങ്ങ് വളഞ്ഞു. ആയുധധാരികളായ ആ ആൾക്കൂട്ടത്തിന്റെ അതിശക്തമായ എതിർപ്പിനെ അതിജീവിക്കാൻ കഴിയാതെ ആയ പോലീസ് സംഘം അവസാനം അവർ പിടിച്ച ആ പ്രതിയെ വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. അതിനുശേഷം ആ ഗ്രാമത്തിലേക്ക് പ്രതികളെ പിടിക്കാനായി മറ്റേതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് റിക്വസ്റ്റ് വന്നാൽ അവർ സാധാരണ ഇതിൽ സഹകരിക്കാറില്ല. ധൻപുര പോലീസിന് ആ ഗ്രാമത്തിൽ പോയി നാണം കെടാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവര് അതിന് ശ്രമിക്കാത്തത്. ആ ബീറ്റ് പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തങ്ങൾ വന്ന കാര്യം വെറുതെയാകുമോ എന്നൊരു തോന്നലാണ് കേരളത്തിൽ നിന്ന് പോയ ആ പോലീസ് സംഘത്തിനുണ്ടായത്. അങ്ങനെ തോന്നിയെങ്കിലും സിബി തോമസ് ആ ബീറ്റ് പോലീസുകാരനോട് യാദുറാമിനെ കുറിച്ച് തിരക്കി. അയാൾക്ക് യാദുറാമിനെ അറിയില്ല. അയാൾക്ക് പക്ഷേ ഒരു നെയ്തറാമിനെ അറിയാം. നെയ്തറാമ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇടപെടുന്ന ആളാണെന്ന് ഈ ബീറ്റ് പോലീസുകാരൻ അറിയാം. ബീറ്റ് പോലീസുകാരൻ അക്കാര്യം പറഞ്ഞതും സിബി തോമസ് ആ ബീറ്റ് പോലീസുകാരനോട് ആ നെയ്തറാമിനെ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നെയ്തറാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്നുള്ള സിബി തോമസിന്റെ ചോദ്യം കേട്ടതും ബീറ്റ് പോലീസുകാരൻ പറഞ്ഞു, ഏയ് അതൊക്കെ പാടാകും, അവൻ അങ്ങനെയൊന്നും വീഴുന്ന ആളല്ല. അങ്ങനെ ആ ബീറ്റ് പോലീസുകാരൻ പറഞ്ഞതും ധൻപുര പോലീസ് സ്റ്റേഷനിലെ ആളുകളും കേരളത്തിൽ നിന്ന് വന്ന പോലീസുകാരും കൂടി ചേർന്ന് ഒരു പദ്ധതി ആലോചിച്ചെടുത്തു. നെയ്തറാമിനെ കണക്ട് ചെയ്ത് കിട്ടിയാലേ അവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റും. അതിന് പറ്റിയ ഒരു ഐഡിയ അവർ വർക്കൗട്ട് ചെയ്തു. ആ ബീറ്റ് പോലീസുകാരൻ സിബി തോമസിനോട് പറഞ്ഞു, സാർ, ഈ നെയ്തറാം നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ നമ്മളെ അടുത്തേക്ക് വരണമെന്നൊന്നുമില്ല. അയാളുടെ ഗ്രാമത്തിൽ ചെന്ന് നമ്മൾ അയാളെ പിടിക്കാമെന്ന് പറഞ്ഞാലും അതത്ര എളുപ്പമല്ല. അയാളുടെ ഗ്രാമം ശരിക്കൊരു കോട്ടയാണ്.
അയാളുടെ ഗ്രാമത്തിനകത്ത് ഒരു 25ഓളം വീടുകളുണ്ട്. ആ 25 വീടുകൾക്ക് ചുറ്റുമായി ഒരു വലിയ മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടിന് ഒരൊറ്റ വാതിലേ ഉള്ളൂ. ഒരു ഇരുമ്പ് ഗേറ്റാണ് ആ വാതിൽ. ആ ഇരുമ്പ് ഗേറ്റിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് തോക്കുമായി അവിടെ കാവൽക്കാരുണ്ട്. ഒരു കാരണവശാലും പോലീസിന് ആ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാൻ പറ്റില്ല. നീതുറാം നമ്മൾ പറഞ്ഞതുപോലെ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് അവനെ പിടികൂടാൻ പറ്റും. ബീറ്റ് പോലീസുകാരന് സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതാണ് അയാൾ സിബി തോമസിനും ടീമിനോട് പങ്കുവച്ചത്. നീതുറാം താമസിക്കുന്ന ആ ഗ്രാമത്തിനകത്ത് കയറി അവനെ പിടികൂടാൻ പറ്റില്ല. രാത്രിയായപ്പോൾ ബീറ്റ് പോലീസുകാരനും കേരളത്തിൽ നിന്നുള്ള ആ 5 സംഘവും ഗ്രാമത്തിന് സമീപത്ത് അല്പം മാറി ഒന്ന് ആ ഗ്രാമത്തിലേക്ക് വീക്ഷിച്ച് നിൽക്കുകയാണ്. ശരിക്കും അവർ ആ ഗ്രാമത്തെ കുറച്ച് ദൂരെ മാറി നിന്ന് വീക്ഷിക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമമാണത്. 25 വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശം. പക്ഷെ ആ പ്രദേശത്തിന്റെ പ്രത്യേകത നേരത്തെ ആ ബീറ്റ് പോലീസുകാരൻ പറഞ്ഞു തന്നെയാണ്. ആ എൻ്റയർ ഏരിയയും കവർ ചെയ്ത് ഒരു കൂറ്റൻ മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടിനകത്താണ് സകല ആളുകൾ താമസിക്കുന്നത്. ആ മതിൽക്കെട്ടിന് പുറത്ത് കുറച്ച് ദൂരെ മാറി ഒരു വൻ മരം നിപ്പുണ്ട്. ആ മരത്തിന് ചുറ്റുമായി ഒരു റൗണ്ടിലുള്ള കെട്ടുണ്ട്. ഗ്രാമത്തിനകത്തുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ ആ ഇരുമ്പ് ഗേറ്റ് തുറന്ന് പുറത്തെത്തി ആ മരത്തിൻ്റെ അടുത്തേക്ക് വരും. അവർ ആ മരത്തിൻ്റെ ചുറ്റുമുള്ള ആ കെട്ടിലിരുന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാണാം. കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവർ അകത്തേക്ക് പോവുകയും ചെയ്യും. ഈ ഒരു ആക്ടിവിറ്റി അല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റിയും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും കാണാൻ പറ്റുന്നില്ല. ആ ഗ്രാമത്തിനകത്തുള്ള ആളുകൾക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നോ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നോ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു സംശയം സിബി തോമസിനും സംഘത്തിനും തോന്നിയപ്പോൾ ആ കാര്യം ബീറ്റ് പോലീസുകാരനോട് അവർ തിരക്കുകയും ചെയ്തു. ബീറ്റ് പോലീസുകാരന് അതിന് ഉത്തരവുണ്ട്. സാർ, അവർക്ക് ആവശ്യമായ എല്ലാ സാധനവും കുറേ നാളത്തേക്ക് അവർ ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് അവരുടെ ഗ്രാമത്തിൽ എത്തിക്കുകയാണ് പതിവ്. റെഗുലറായി അവർ പുറത്തിറങ്ങി പോകുന്ന പതിവില്ല. അവരൊന്നിച്ച് പുറത്തു പോകും, ഒന്നിച്ച് അകത്ത് വരും. അതാണ് അവരുടെ രീതി. മോഷണം മാത്രം നടത്തുന്ന ആ സംഘങ്ങൾ 1 മാസത്തേക്കെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ ആ കോമ്പൗണ്ടിനകത്ത് എത്തിക്കാനുള്ള സർവ്വസാധ്യതയുമുണ്ടെന്ന് അത് കേട്ടപ്പോൾ സിബി തോമസിനും സംഘത്തിനും മനസ്സിലായി. നീതുറാം പുറത്തു വരികയോ അല്ലെങ്കിൽ സിബി തോമസും സംഘവും ആ മതിൽക്കെട്ടിനകത്തേക്ക് കടക്കുകയോ വേണം. അതല്ലാതെ നീതുറാമിനെ പിടികൂടാൻ ഒരു മാർഗവുമില്ല. ഇതല്ലാതെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ആ ഗ്രാമത്തിൻ്റെ മുന്നിലുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒറ്റയ്ക്ക് നീതുറാം വരുന്ന ഒരു ദിവസമാണ്. സാധാരണഗതിയിൽ 4-5 ആളുകൾ ഒന്നിച്ച് ആ ഗേറ്റ് തുറന്ന് പുറത്തെത്തി ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാറുണ്ട്. കാറ്റ് കൊള്ളാനും സംസാരിക്കാനുമായിട്ട് അവർ ആ സ്ഥലത്തെ ഉപയോഗിക്കുകയാണ്. ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് ആരെങ്കിലും വരുമോ എന്ന് ഒരു സംശയം പോലീസിനുണ്ട്. പോലീസ് അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സമയത്തൊക്കെ 2 ആളുകൾ മാത്രമായിട്ടോ ഒറ്റയ്ക്കൊക്കെ ആളുകൾ വന്ന് ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. അത് കണ്ടപ്പോൾ പോലീസിന്റെ മുഖത്ത് ശരിക്കൊരു ആശ്വാസം ഉണ്ടായി. ഒറ്റയ്ക്കും ആ ഗ്രാമത്തിനകത്ത് നിന്ന് ആളുകൾ പുറത്തിറങ്ങി ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ആള് നീതുറാം ആകുന്ന ആ നിമിഷം, അതാണ് പോലീസ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന നിമിഷം. ബീറ്റ് പോലീസുകാരൻ കേരള പോലീസിന്റെ ഒപ്പം തന്നെയുണ്ട്. അവന് മാത്രമല്ലേ നീതുറാമിനെ കണ്ട തിരിച്ചറിയത്തുള്ളൂ. അങ്ങനെ ബീറ്റ് പോലീസുകാരനും സിബി തോമസിന്റെ നേതൃത്വത്തിലുള്ള കാസർഗോഡത്തെ ആ പോലീസ് സംഘവും ലേശം കുറ്റിക്കാടുള്ള ഭാഗത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഏകദേശം ഒരു 11 മണിയാകും. ആ ഗ്രാമത്തിന്റെ ആ ഇരുമ്പ് ഗേറ്റ് മലർക്കെ തുറക്കുന്ന ശബ്ദം കുറ്റിക്കാട്ടിരിക്കുന്ന സിബി തോമസും സംഘവും കേട്ടു. അവർ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ആ ഗേറ്റിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഗേറ്റ് അടഞ്ഞു. ഒരു മനുഷ്യൻ ആ ഗേറ്റിന് മുന്നിൽ കൂടെ നടന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നു. അയാൾ ആ മരത്തിന്റെ ചുറ്റുമായി കെട്ടിയിരിക്കുന്ന ആ കരിങ്കല്ലിന് പുറത്തു കയറി ഇരിക്കുകയാണ്. അയാളെ കണ്ടതും ബീറ്റ് പോലീസുകാരൻ സിബി തോമസിനോട് പറഞ്ഞു, സർ, അതാണ് നീതുറാം. നീതുറാമാണ് അവിടെ ഇരിക്കുന്നെന്ന് മനസ്സിലായതും സിബി തോമസ് സംഘങ്ങളുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ആ സംഘങ്ങൾക്ക് മനസ്സിലായി. അടുത്ത നിമിഷത്തിൽ ആ 5 അംഗ സംഘം പതുക്കെ
ആ ചെറു കാട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു തുടങ്ങി. ഈ സംഭവ വികാസങ്ങളൊന്നും ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നീതുറാം അറിയുന്നില്ല. അയാൾ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരു സംശയവും തോന്നാത്ത ശൈലിയിൽ അയാളുടെ പുറകുവശത്തുകൂടി ആ മരത്തിനടുത്തേക്ക് ഇഴഞ്ഞു വന്ന നമ്മുടെ പോലീസ് സംഘം നിമിഷ നേരം കൊണ്ടാണ് അയാളുടെ അടുത്ത് ഓടിയെത്തിയതും അയാളെ പിടികൂടിയതും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുമ്പ് അയാൾ കേരള പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞു. പക്ഷെ ഇതിനിടയിൽ അയാളുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വന്നു. അയാൾ ശബ്ദം ഉണ്ടാക്കിയതും കേരള പോലീസ് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് അതിവേഗം അവിടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി. ശരിക്കും ഒരാളെ പൊക്കിയെടുത്തുകൊണ്ട് ആ തുറസായ പ്ലേസിൽ കൂടി ഓടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതും അയാൾ ആ പിടിയിൽ നിന്ന് വിടുവിക്കാനായി ശ്രമിക്കുന്ന സമയത്ത്, ഈ സമയത്ത് ഗേറ്റ് തുറന്ന് ആളുകൾ പുറത്തെത്തിയ ആളുകൾ കാണുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ എടുത്തുകൊണ്ട് കുറെ ആളുകൾ ഓടുന്നതാണ്. ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലെ ആളുകൾ നമ്മുടെ പോലീസിന്റെ പുറകെ ഓടിത്തുടങ്ങി. ശരിക്കും ഒരു റേസ് അത് തന്നെയാണ് അവിടെ നടന്നത്. സിബി തോമസും സംഘവും സർവശക്തിയും എടുത്ത് ആ നീതുറാമിനെ കൊണ്ട് ഓടുകയാണ്. ഓട്ടത്തിൽ പോലീസുകാരെ തോൽപ്പിക്കാൻ കള്ളന്മാർക്ക് പറ്റില്ല എന്നുള്ള കാര്യം ശരിക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷമാണത്. നമ്മുടെ പോലീസ് സംഘം അതിവേഗം ഓടി അവിടെ വാഹനത്തിനടുത്തെത്തി. നീതുറാം ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീതുറാമിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്ന സംഘങ്ങൾ നമ്മുടെ പോലീസ് സംഘത്തിന്റെ വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും വാഹനം നീതുറാമിനെ കൊണ്ട് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു. കൈ കിട്ടിയ കല്ലൊക്കെ എടുത്ത് ആ ഗ്രാമവാസികൾ നമ്മുടെ പോലീസിന്റെ വാഹനത്തിനെ എറിഞ്ഞെങ്കിലും ആ 5 അംഗ പോലീസ് സംഘവും ബീറ്റ് പോലീസുകാരനും നീതുറാമിനെ കൊണ്ട് അവിടെ നിന്ന് അതിവേഗം മുങ്ങി. നീതുറാമുമായി ബീറ്റ് പോലീസുകാരനും സിബി തോമസ് സംഘവും ധൻപുര പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ നീതുറാമിനെ കൊണ്ടുവന്നതും അവിടെയുള്ള SIയും ബാക്കി പോലീസുകാരും സിബി തോമസിനും സംഘത്തോടും പറഞ്ഞു, ഇവനെ ഇവിടെ സൂക്ഷിച്ചാൽ ശരിയാകില്ല. ആ ഗ്രാമവാസികൾ ഇപ്പോൾ ഈ ശേഷം വളയും. അവർക്ക് അക്കാര്യത്തിൽ നല്ല ധാരണയാണ്. ആ കാര്യം ബോധ്യമായതും സിബി തോമസും സംഘവും അടുത്ത നിമിഷത്തിൽ നീതുറാമിനെ കൊണ്ട് നേരെ SP ഓഫീസിലേക്ക് തിരിച്ചു. ടൗണിലാണ് SP ഓഫീസ്. ടൗണിലുള്ള SP ഓഫീസ് ആക്രമിക്കാൻ ഗ്രാമനിവാസികൾ ഒന്ന് മടിക്കും. അവിടേക്ക് വന്നാൽ അവരെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഗ്രാമവാസികൾക്ക് അറിയാം. SP ഓഫീസിൽ എത്തിച്ച നീതുറാമിനെ ചോദ്യം ചെയ്തപ്പോൾ സിബി തോമസിനും സംഘത്തിനും ആ കാര്യം ഉറപ്പായി. അവർ അന്വേഷിച്ചു വന്ന ആ യാത്ര ആ കക്കരല ഗ്രാമത്തിനകത്തുണ്ട്. അവനെ അവിടെ നിന്ന് പോക്കണം. അതാണ് ഇനി പോലീസിന് മുന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. നീതുറാമിൽ നിന്ന് പോലീസ് കുറെ കാര്യങ്ങളിലൂടെ ചോദിച്ചറിഞ്ഞു. ആ ഗ്രാമത്തിൽ മതിലിന് ചുറ്റും എത്ര ആളുകൾ സംരക്ഷണത്തിനായി ഉണ്ടാകും, എന്തൊക്കെ ആയുധങ്ങളാണ് അകത്തുള്ളത്, ആയുധം ഉപയോഗിക്കുന്ന ആളുകളുടെ കപ്പാസിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ കേരള പോലീസ് ആവശ്യമായ പോലീസുകാരുടെ സഹായത്തോടു കൂടി പിറ്റേ ദിവസം പകൽ ആ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന യാത്രാവിനെ പൊക്കുകയും ചെയ്തു. ശരിക്കും വലിയൊരു സംഘർഷം തന്നെ ആ ഗ്രാമത്തിനകത്തുണ്ടായി. പക്ഷെ വൻ പോലീസ് സംഘം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഗ്രാമവാസികൾക്ക് യാത്രാവിനെ കേരള പോലീസ് കൊണ്ടുപോകുന്നത് തടയാൻ പറ്റാത്ത സാഹചര്യമായി. പോലീസ് ശരിക്കും സമർത്ഥമായി അവിടെ ഒരു കളി കളിച്ചതാണ്. ആ ഗ്രാമത്തിലെ പുരുഷന്മാരൊക്കെ ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന സമയം കണ്ടുപിടിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കേരള പോലീസ് അകത്തേക്ക് ഇരച്ചു കയറിയത്. ഒരു വലിയ സംഘം പുരുഷന്മാർ രാവിലെ അവിടെ നിന്ന് ഡ്യൂട്ടിക്കായി പുറത്തു പോയിരുന്നു. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മോഷണമാവുമല്ലോ. അവർ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മുടെ പോലീസ് അകത്തേക്ക് ഇരച്ചു കയറിയത്. കിട്ടിയ സമയം കൊണ്ട് യാത്രാമിനെ പൊക്കി അവിടെ നിന്ന് തിരിച്ച പോലീസ് യാത്രാമിനെയും SP ഓഫീസിലെത്തിച്ചു. SP ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് യാത്രാം സിബി തോമസോട് ചോദിച്ചു, ഏയ് പോലീസുകാരാ, നിങ്ങൾ എപ്പടിയാ എങ്ക ഊருக்கு കിടന്നേ? ശരിക്കും ദേഷ്യപ്പെട്ട യാത്രാം ആ ചോദ്യം ചോദിച്ചപ്പോൾ സിബി തോമസ് ഒന്ന് ചിരിച്ചു. സിബി തോമസും ടീമും ആ ഊരിന് ഉള്ളിലേക്ക് കടക്കാൻ കാണിച്ച ആ രീതി ധൻപുരയിലെ പോലീസ് കാണിച്ചിരുന്നുവെങ്കിൽ വളരെ നേരത്തെ യാത്രാമിനെ പോലുള്ള ആളുകളെ പോക്കാൻ പറ്റുമായിരുന്നു. ആ കാര്യം ധൻപുര പോലീസ് ചെയ്യാത്തത് കൊണ്ട് യാത്രാമും കൂട്ടരും കരുതിയിരുന്നത് പോലീസിന് ഒരു കാരണവശാലും അവിടെ ഗ്രാമത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ലെന്നാണ്. പോലീസിന് എവിടെയും കടക്കാൻ കഴിയുമെന്ന് നമ്മുടെ കേരള പോലീസിലെ ആ ചുണക്കൂട്ടന്മാർ
ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തപ്പോൾ ശരിക്കും യാത്രാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയതാണ്. എന്തായാലും യാത്രാമിനെ കേരളത്തിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. യാത്രാമിനെയും നീതിറാമിനെയും അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിച്ച് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കോടതി സ്വാഭാവികമായും നിയമാനുസരണം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് നിശ്ചിത കാലാവധി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചു. വ്യക്തമായ നിബന്ധനകളിലൂടെയാണ് ജാമ്യം കൊടുത്തത്. പക്ഷേ ആ നിബന്ധനകളൊക്കെ അങ്ങനെ നിലനിൽക്കെ തന്നെ രണ്ടുപേരും കേരളത്തിൽ നിന്ന് മുങ്ങി. കേരളത്തിൽ നിന്ന് മുങ്ങിയ യാത്രാമും നീതിറാമും ഉറപ്പായും യുപിയിലെ അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിക്കാണും. അതേ ശൈലിയിൽ ഒരു മോഷണ ശ്രമം പിന്നീട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് 2021 എറണാകുളത്തെ വൈറ്റ്ലിയിൽ നടന്ന ഒരു മോഷണത്തിലാണ്. ഒരു ലോട്ടറി കടയിലാണ് ആ മോഷണം നടന്നത്. ആ മോഷണവുമായി ബന്ധപ്പെട്ട കള്ളനെ തിരക്കി പോലീസ് എത്തിയത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ്. ശരിക്കും ശ്രമപ്പെട്ട് എറണാകുളത്തെ വൈറ്റ്ലിയിലെ പോലീസ് സംഘം തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിൽ നിന്ന് ആ കള്ളനെ പിടികൂടി കേരളത്തിൽ കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് ചെയ്യപ്പെട്ട അവൻ നിശ്ചിത കാലാവധി കഴിഞ്ഞതും ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയ അവനെ പിന്നീട് പോലീസ് കണ്ടിട്ടില്ല. ഈ കേസുകൾ കോടതിയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് 2024 പാലക്കാട് ചന്ദ്രനഗറിന് സമീപത്ത് ഒരു കാറിൽ നിന്ന് ലാപ്ടോപ്പ് മോഷണം പോകുന്നത്. ആ കേസുമായി ബന്ധിപ്പിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് എത്തിച്ചേർന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ഒരു ഷൺമുഖത്തിന്റെ വീട്ടിലാണ്. അയാളെയും പോലീസ് പോക്കി. അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തു, കോടതിയിലെത്തിച്ചു. സ്വാഭാവികമായിട്ടും അയാൾ റിമാൻഡിലായി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതും അയാൾ ജാമ്യത്തിലിറങ്ങിയ ഷൺമുഖം മുങ്ങുകയും ചെയ്തു. നമ്മുടെ കേരള പോലീസ് യുപിയിലും തമിഴ്നാട്ടിലുമുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് ഇവരെയൊക്കെ പിടികൂടി അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുന്നതോടുകൂടി പോലീസിന്റെ അന്വേഷണം അവസാനിക്കുകയാണ്. ജാമ്യത്തിലിറങ്ങുന്ന ആ പ്രതികൾ പിന്നീട് കേരളത്തിൽ കാണത്തേയില്ല. കേരളത്തിൽ അവർ മുങ്ങും. ഇതിനിടയിലാണ് 2021 നവംബർ 27 അതിരമ്പുഴ മേഖലയിൽ നടന്ന ഒരു മോഷണം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിരമ്പുഴയിൽ നടന്ന ആ മോഷണത്തിൽ നിന്ന് പോലീസിന് കുറെ കാര്യങ്ങൾ കിട്ടി. കാരണം ആ മോഷണം നടത്തിയ വ്യക്തികൾ CCTV പതിഞ്ഞിട്ടുണ്ട്. CCTV കണ്ട വിഷ്വലുകൾ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ മുഖത്ത് ഒരു തോർത്ത് കെട്ടിയിട്ടുണ്ട്. ആ തോർത്തൊടുത്തിരിക്കുന്ന വ്യക്തി ഒരു നിക്കർ ഇട്ടിട്ടുണ്ട്. നിക്കറിന്റെ മുകളിൽ കൂടി എന്തോ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ദേഹം മുഴുവൻ കറുത്ത നിറത്തിലാണ്. കറുത്ത എന്തോ സാധനം കൊണ്ട് കൈയും കാലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഒന്നിലധികം വ്യക്തികളുമുണ്ട്. കയ്യിൽ ആയുധങ്ങളുമുണ്ട്. ആ വീട്ടിലെ CCTV മാത്രമാണ് ആ വിഷ്വലുള്ളത്. അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായി പോലീസ് തിരക്കിയിരുന്നില്ല. പക്ഷേ തുടർച്ചയായി ഈ നടക്കുന്ന മോഷണങ്ങൾ സ്വാഭാവികമായും തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലും യുപിയിലെ ചില ഗ്രാമങ്ങളിലും ബീഹാറിലെ ചില ഗ്രാമങ്ങളിലൊക്കെ എത്തിത്തുടങ്ങിയപ്പോൾ പോലീസിന്റെ അന്വേഷണം അവിടെയുള്ള പോലീസുകാരുമായി ബന്ധപ്പെട്ടായി. അപ്പോഴാണ് പോലീസ് ആ വിവരം അറിയുന്നത്. ഈ ശൈലിയിൽ മോഷണം നടത്തുന്ന ആളുകൾക്ക് ഒരു പേരുണ്ടെന്നുള്ള കാര്യം. ആ പേരാണ് കുറുവ സംഘം. കുറുവ സംഘം എന്ന് പറയുന്നത് ഏതെങ്കിലും കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ ആളുകളോ അല്ല. ഒന്നിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ പഠിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ മോഷണമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നത് മോഷണത്തിലാണ്. എങ്ങനെ മോഷ്ടിക്കാം, പിടികൊടുക്കാതെ എങ്ങനെ രക്ഷപ്പെടാം, ഇതൊക്കെയാണ് കുഞ്ഞുനാളിലെ കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ മോഷണം പരമ്പരാഗതമായി അഭ്യസിക്കുന്ന കുട്ടികൾ വളർന്ന് വലിയ മോഷ്ടാക്കളായി മാറുമ്പോൾ അവർ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടുപിടിക്കും. മോഷണം നടത്തുന്ന സമയത്ത് അവരെ പിടികൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ ആരെങ്കിലും പിടിക്കുമ്പോൾ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് അവർ ദേഹം മുഴുവൻ കറുപ്പിക്കുന്നത്. ശരിക്കും കരി ഓയിൽ പോലുള്ള ഒരു സാധനമാണ് ദേഹത്തെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ആരെങ്കിലും തൊട്ടാൽ കൈ വഴുതി പോവുകയേ ഉള്ളൂ. കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ തോർത്ത് വലിച്ചു കിട്ടുന്ന അവരുടെ തോർത്തിന് താഴെയായിട്ട് നിക്കറിന്റെ മുകളിലായി അവരെ ചുറ്റിക്കെട്ടുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഷർട്ടും കൈലിയുമാണ്. ഈ കുറുവ സംഘം കയ്യിൽ ആയുധങ്ങളും കരുതും. അവരുടെ മോഷണ രീതിയെക്കുറിച്ച് തമിഴ്നാട് പോലീസാണ് വിശദമായ ഇൻഫർമേഷൻ കേരള പോലീസിന് നൽകിയത്. അവരുടെ മോഷണത്തിന് ഒരു രീതിയുണ്ട്. അവർ മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് അവർ പകലെ നോക്കി വെക്കും. പകല് ആ വീട് നോക്കി വെക്കാനായി അവരെ സഹായിക്കുന്നത് ആക്രി സാധനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും സംഭവങ്ങളുമായി വീടുകളിൽ വരുന്ന ആളുകളാണ്. അതൊരു ടീം മെക്കാനിസമാണ്. ഏതൊക്കെ വീടുകളിൽ ആളുകളുണ്ട്, വീടുകളുടെ പശ്ചാത്തലം എന്താണ്, അവർക്ക് മോഷ്ടിക്കേണ്ട വീടിൻ്റെ അടുത്തുള്ള വീടുകളുടെ സാഹചര്യം എങ്ങനെയാണ്, വീടുകളിൽ സാധാരണ എത്ര ആളുകൾ ഉണ്ടാകും തുടങ്ങി ഉള്ള എല്ലാ ഇൻഫർമേഷനും പകൽ ആ സ്ഥലം സന്ദർശിക്കുന്ന ആളുകൾ കളക്ട് ചെയ്യും. അത് ഈ സംഘത്തിന് ഹാൻഡ് ഓവർ ചെയ്യും. മോഷ്ടിക്കേണ്ട വീട് തീരുമാനിച്ചു കഴിഞ്ഞാൽ രാത്രി സംഘങ്ങൾ ആ വീടിന് സമീപത്തെത്തും. വീടിനകത്തുള്ള ആളുകളെ കൊണ്ട് വീടിൻ്റെ വാതിൽ തുറപ്പിക്കുന്ന ഒരു രീതി പലപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. സാധാരണ മോഷ്ടാക്കൾ വീടിൻ്റെ വാതിൽ തകർത്താണല്ലോ അകത്ത് കയറുക. ഈ കുറുവ സംഘം പലപ്പോഴും വീട്ടിലെ ആളുകളെ കൊണ്ട് തന്നെ വാതിൽ തുറപ്പിച്ച് അകത്തേക്ക് കിടക്കും. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുക ഒരു പ്രത്യേക രീതിയാണ്. നമ്മുടെ വീടിൻ്റെ വാതിലിന് പുറത്തായി കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ അറിയാതെ ഞെട്ടി ഉണരുകയും വാതിൽ തുറക്കുകയും ചെയ്യും. ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും വാതിൽ തുറക്കുന്നത്. ആരായാലും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ വാതിൽ തുറന്ന് കുഞ്ഞ് ഏതാണെന്ന് നോക്കാൻ ശ്രമിക്കും. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന വീട്ടുടമസ്ഥനെയും വീട്ടിലെ മറ്റാളുകളെയും നിശ്ചലരാക്കിക്കൊണ്ട് ഈ കുറുവ സംഘം പെട്ടെന്നായിരിക്കും വീട്ടിനകത്തേക്ക് കയറുക. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുമ്പ് അവരുടെ തടങ്കലിൽ നമ്മൾ ആയിട്ടുണ്ടാവും. വളരെ ആസൂത്രിതമായി വീട്ടുകാരെ കൊണ്ട് വാതിൽ തുറപ്പിക്കാനായി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവർ ഉപയോഗിക്കുന്നതാണ്. മറ്റു ചിലപ്പോൾ അവർ ഉപയോഗിക്കുക ഏതെങ്കിലും സാധനങ്ങൾ വീഴുന്ന ശബ്ദമാണ്. നമ്മുടെ അടുക്കള വാതിലിൻ്റെ പുറത്തോ മുൻവശത്തെ വാതിലിൻ്റെ പുറത്തോ എന്തെങ്കിലും സാധനം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയി വാതിൽ തുറക്കും. നമ്മൾ വാതിൽ തുറക്കുമെന്ന് അറിയാവുന്ന കുറുവ സംഘത്തിലെ ആളുകൾ നമ്മളെ കാത്ത് അങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുക. ആ ഒരു നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും, നമ്മളെ കീഴ്പ്പെടുത്തുകയും നമ്മളെ കൊണ്ട് വീടിനകത്തേക്ക് കടക്കുകയും ചെയ്യും. വേറൊരു ശൈലി അടുക്കള ഭാഗത്തുള്ള പൈപ്പ് തുറന്നിടുക എന്നുള്ളതാണ്. അടുക്കള ഭാഗത്തുള്ള പൈപ്പിൽ നിന്ന് ശക്തമായി വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കും, ലൈറ്റ് ഇടും, അടുക്കള വാതിൽ തുറക്കും. പൈപ്പ് പകലെങ്ങാനും വെള്ളമില്ലായിരുന്ന സമയത്ത് നമ്മൾ തുറന്നു വെച്ചതാവും. വെള്ളം വന്നപ്പോൾ വെള്ളം വീഴുകയാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ പോയി ആ വാതിൽ തുറന്ന് പൈപ്പ് അടയ്ക്കാൻ ശ്രമിക്കുന്നത്. പൈപ്പ് അടയ്ക്കാനായി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന നമ്മളെ കീഴ്പ്പെടുത്താൻ കുറുവ സംഘങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. നമ്മളെ കീഴ്പ്പെടുത്തുന്നു, നമ്മളുമായി അവർ വീട്ടിനകത്തേക്ക് കടക്കുന്നു. നമ്മളെ കീഴ്പ്പെടുത്തി അകത്തേക്ക് കിടക്കുന്ന ഇവർ നമ്മുടെ സഹായത്തോടു കൂടി തന്നെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും പണമൊക്കെ സംഘടിപ്പിച്ച് അതിവേഗം വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. എന്നാൽ കുറുവ സംഘത്തിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ അറിയിക്കാതുള്ള മോഷണമാണ്. അത് അടുക്കള വാതിൽ വഴിയാ ചെയ്യുക. നമ്മുടെ വീട്ടിലെ എല്ലാ വാതിലുകളും ശരിക്കും ബന്ധോസായിട്ടായിരിക്കും നമ്മൾ പൂട്ടുക. പക്ഷേ അടുക്കള വാതിൽ അത്ര ബന്ധോസായിട്ട് നമ്മളാരും പൂട്ടാറില്ല. അത് എങ്ങനെ തുറക്കണമെന്ന് ഈ കുറുവ സംഘങ്ങൾക്ക് അറിയാം. അവർ അതിവേഗം ആ അടുക്കള വാതിൽ തുറക്കുന്നു, അകത്ത് കിടക്കുന്നു. ആവശ്യമായ സാധനങ്ങൾ എവിടേക്കാണ് ഇരിക്കണമെന്ന് കൃത്യമായും അനുഭവപരിജ്ഞാനമുള്ള അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ബെഡ്റൂമിൽ സ്വർണ്ണാഭരണങ്ങളും പണവും വയ്ക്കാൻ സാധ്യതയുള്ള സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന അവർ നമ്മളെ നിശബ്ദരാക്കി അതുമായി അതിവേഗം അവിടുന്ന് പുറത്തു പോകും. കുറുവ സംഘങ്ങൾ പിന്നീട് മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത് വാഹന തിരക്കുള്ള സ്ഥലങ്ങളാണ്. ഹൈവേയുടെ വശത്തുള്ള റോഡുകൾ അല്ലെങ്കിൽ റെയിൽവേ ലൈനിന് സമീപത്തുള്ള വീടുകൾ. റെയിൽവേ ലൈനിന് സമീപത്തുള്ള വീടുകളിൽ ട്രെയിൻ കടന്നു പോകുന്ന സമയത്തായിരിക്കും മിക്കവാറും വാതിൽ തകർക്കുക. ട്രെയിൻ പോകുന്ന ശബ്ദത്തിനിടയിൽ വാതിൽ തകർക്കുന്നത് ആരും അറിയില്ല. അതുപോലെ തന്നെയാണ് നല്ല തിരക്കുള്ള റോഡിന് സമീപത്തുള്ള വീടുകളുടെ വാതിൽ തുറക്കുമ്പോഴും. ശരിക്കും വാഹനങ്ങൾ അതിവേഗം പാഞ്ഞു പോകുമ്പോൾ വാഹനം പോകുന്ന ശബ്ദത്തിനിടയിൽ വാതിൽ തുറക്കുന്ന ശബ്ദം ആരുടെയും ശ്രദ്ധയപ്പെടത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ മോഡസ് ഓഫ് ഓപ്പറാൻഡി അവർക്കുണ്ടെന്ന് അർത്ഥം. സാധനങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവർ കേരളം വിട്ടിരിക്കും. അവർ നേരെ അവരുടെ തിരുട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെല്ലും. തിരുട്ട് ഗ്രാമത്തിലെത്തുന്ന അവരെ അവിടെ പോയി പിടികൂടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കേരള പോലീസിന് കേരളത്തിൽ നടന്ന അനവധി മോഷണങ്ങളിൽ വളരെ അപൂർവ എണ്ണത്തിന് മാത്രമാണ് തിരുട്ട് ഗ്രാമങ്ങളിൽ ചെല്ലാനും അവിടെയുള്ള പ്രതികളെ പിടികൂടാനും പറ്റിയത്. എപ്പോഴും അത് സംഭവ്യമല്ല. കുറുവ സംഘത്തിനെ കുറിച്ച് പഠനം നടത്തിയ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ മൊഴിയിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കുറുവ സംഘങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ തിരഞ്ഞെടുക്കുന്നു? ആ ചോദ്യം കേരള പോലീസ് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം തമിഴ്നാട് പോലീസിനുണ്ട്.
കേരളത്തിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സമയത്ത് പോലും കഴുത്തിൽ താലിമാല സൂക്ഷിക്കും. ആ താലിമാല സ്വർണത്തിലായിരിക്കും. അതുപോലെ കമ്മലുമൊക്കെ ഉണ്ടാവും. അത്യാവശ്യ ആഭരണം മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ത്രീകളും കഴുത്തിൽ അണിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വീട്ടിൽ കയറിയാലും മിനിമം 50,000 രൂപയുടെയെങ്കിലും സ്വർണം കൈക്കലാക്കാൻ അവർക്ക് നിഷ്പ്രയാസം പറ്റും. ഒരു മോഷണവും അതുകൊണ്ട് നഷ്ടത്തിൽ കലാശിക്കില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ ചെന്നാൽ ഇതല്ല അവസ്ഥ. അതുകൊണ്ടാണ് എല്ലാ തിരുട്ട് ഗ്രാമങ്ങളിലെയും ആളുകൾ കേരളത്തിലേക്ക് ഒഴുകി വരുന്നത്. കേരളം അവരെ നിരാശപ്പെടുത്തില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പമുള്ള മോഷണ രീതികളെക്കുറിച്ച് കേരള പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. എറണാകുളത്ത് പെരുമ്പാവൂർ ജംഗ്ഷനിൽ നമ്മൾ എത്തിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും. മലയാളം സംസാരിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. ബംഗാളി ഭാഷയും ഹിന്ദി ഭാഷയും എന്ന് വേണ്ട ഇന്ത്യയിലെമ്പാടുമുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവൂ. അതിനിടയിൽ ഒരു മലയാളി എന്നൊക്കെ പറയാൻ കഴിയുന്ന ശരിയിൽ മലയാളികൾ നമുക്ക് കാണാവുന്ന മാത്രം. എറണാകുളത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇതാണ് അവസ്ഥ. എറണാകുളത്ത് എത്തുന്ന ഈ ആളുകൾ പലപ്പോഴും തമ്പടിച്ച് താമസിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പകല് എറണാകുളത്തുണ്ടാവും, രാത്രിയിൽ സമീപ ജില്ലകളിലേക്ക് കടക്കും. ആലപ്പുഴയ്ക്കോ കോട്ടയത്തേക്കോ തൃശ്ശൂരോ ഒക്കെ കടക്കും. അവിടങ്ങളിൽ നിന്ന് മോഷണം നടത്തിയിട്ട് പകല് അവർ വന്ന് വീണ്ടും എറണാകുളത്ത് കൂടും. മോഷണം നടക്കുന്ന ആലപ്പുഴയിലും കോട്ടയത്തെയും തൃശ്ശൂരിലെയും പോലീസ് അവിടെ മുഴുവൻ അരിച്ചു പിറക്കുമ്പോൾ പ്രതികൾ എറണാകുളത്ത് സുഖമായി അവരുടെ കൂട്ടുകാർക്കൊപ്പം താമസിക്കേണ്ട പതിവ്. ഈ മോഡസ് ഓഫ് ഓപ്പറാൻഡി ഈ അടുത്ത കാലത്താണ് നമ്മുടെ പോലീസ് തിരിച്ചറിഞ്ഞത്. ആലപ്പുഴയിലെ പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലുമുള്ള മോഷണങ്ങൾ അനലൈസ് ചെയ്ത പോലീസിന് ഇപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും മോഷണം നടത്തിയ ആളുകൾ സ്ഥിരമായി തങ്ങുന്നത് എറണാകുളത്താണ്. താമസിക്കാൻ ഒരു സ്ഥലവും മോഷണം നടത്താൻ വേറൊരു സ്ഥലവും. അങ്ങനെ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും നടക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മോഷണം നടത്താൻ പറ്റുന്ന ഏരിയ കേരളമാണെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു സംശയവുമില്ല. ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുക, രാത്രിയിൽ നമ്മുടെ വീടിന് പുറത്ത് കേൾക്കുന്ന ശബ്ദം അത് എന്ത് തന്നെയാണെങ്കിലും അവഗണിക്കുന്നതാണ് നല്ലത്. കുഞ്ഞിൻ്റെ കരച്ചിലാവട്ടെ, പാത്രം വീഴുന്ന ശബ്ദമാകട്ടെ, വെള്ളം ടാപ്പ് ചെയ്ത് വീഴുന്ന ശബ്ദമാകട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങൾ തട്ടുന്ന മുട്ടുന്ന ശബ്ദമൊക്കെ ആവട്ടെ, എന്തുമാവട്ടെ, അതിനെ അവഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നർത്ഥം. നമ്മളെ കൊണ്ട് വാതിൽ തുറപ്പിക്കാനുള്ള അവരുടെ ഒരു ടെക്നിക്കാണ്. വാതിൽ തുറക്കാതെയും അകത്ത് കിടക്കാനുള്ള ടെക്നിക്ക് അറിയാവുന്ന മോഷ്ടാക്കളെ പ്രതിരോധിക്കാൻ നമ്മൾ നമ്മുടേതായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. CCTV ക്യാമറ ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും ഒരുപാട് ആയി വരികയാണ്. ഹൈദരാബാദ് ഈ മോഷണങ്ങളെ അതിജീവിച്ചത് അങ്ങനെയാണ്. ഹൈദരാബാദ് ഏതാണ്ട് പൂർണ്ണമായും CCTV ക്യാമറകളുടെ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. സാധാരണ ആളുകളും കടക്കാരും ഗവൺമെന്റ് കൈകോർത്തപ്പോൾ എൻ്റയർ ഏരിയയും CCTV നിരീക്ഷണത്തിലാണ്. ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റേണ്ട കാലം അതിക്രമിക്കുന്നു എന്നാണ് ഈ മോഷണങ്ങൾ വിളിച്ചു പറയുന്നത്. കുർവ സംഘത്തിന് ഒരു കുഴപ്പമുണ്ട്. മോഷണം നടക്കുന്ന സമയത്ത് അവർ പിടിക്കപ്പെടുമെന്ന് ബോധ്യമായാൽ കൊല നടത്താൻ അവരൊട്ടും മടിക്കത്തില്ല. ആളുകളെ കൊന്നും മോഷ്ടിക്കാൻ ആളുകൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ കരുതേണ്ടി വരും എന്നർത്ഥം. ഈ സംഭവ വികാസങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.